ഹായ് ഓൾ. ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലുകളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് കൃത്യമായിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നിരുന്നു. ആ ലെവൽ ബ്രേക്ക് ചെയ്ത പാടന്നെ എല്ലാവരും ട്രേഡ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല പ്രോഫിറ്റ് കിട്ടിയവരൊക്കെ നമ്മളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ എന്താ വെച്ചെങ്കിൽ 24,750 അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നാൽ മാത്രമേ പുട്ട് സൈഡിലേക്ക് നോക്കണ്ടൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അപ്പോൾ രാവിലെ തന്നെ ഒരു സപ്പോർട്ട് എടുത്ത് പോയി, നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്നും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. പിന്നെ മുകളിലേക്ക് പോയി വീണ്ടും നമ്മളെ കൺസോൾട്ടേഷൻ ലെവലിലേക്ക് എത്തി അല്ലേ? കൺസോൾട്ടേഷൻ ലെവലിൽ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വന്നു. നമ്മൾ ആ കൺസോൾട്ടേഷൻ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. പക്ഷേ അവിടെ നിന്ന് ഞാൻ ട്രേഡ് എടുത്തില്ല. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മളെ തൊട്ടടുത്ത് തന്നെ സപ്പോർട്ട് ഉണ്ടല്ലോ, ആ 750 അതും കൂടി ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്തത് അല്ലേ? അതിനുശേഷം ബ്രേക്ക് ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകുന്ന വിചാരിക്കും. ട്രേഡ് എടുത്തവർക്കൊക്കെ അത് കിട്ടിയവർക്കൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി നാളത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ നമുക്ക് നോക്കാം. നാളത്തെ പ്രധാനപ്പെട്ട ലെവൽ വെച്ചാൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഡൗൺ സൈഡിലേക്കൊരു ഇത് മൂവ്മെൻറ്റ് കാണിച്ചാൽ നമുക്ക് പി സൈഡിലേക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ അതിന് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടാവുന്ന അറിയില്ല. പെട്ടെന്ന് തന്നെ എക്സിറ്റ് ആവണം. കാരണം മാർക്കറ്റ് 3 ദിവസമായിട്ട് റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ അടുത്തൊരു ചെറിയൊരു കൺസോൾട്ടേഷനോ ഒരു ഗ്രീനിനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ പി സൈഡിലേക്കാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ കുറച്ച് പെട്ടെന്ന് തന്നെ ഒന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി നോക്കുക കേട്ടോ. പ്രോഫിറ്റ് കിട്ടിയാൽ പിന്നെ ഡൗൺ സൈഡിലേക്ക് അത് ബ്രേക്ക് ചെയ്ത് വന്നാൽ 24,450 വരെ വരാനുള്ള സ്ട്രെങ്ത് ഉണ്ട് നിഫ്റ്റിക്ക്. 500,450 അതാണ് അടുത്ത സപ്പോർട്ടായിട്ട് വരുന്നത്. 24,500, 24,450 ഇതാണ് അടുത്ത സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെ വരാനുള്ള സ്ട്രെങ്ത് നിഫ്റ്റിക്ക് ഉണ്ട്. പക്ഷേ 3 റെഡ് ക്യാൻഡിലാകുമ്പോൾ സാധാരണ രീതിയിൽ ചെറിയൊരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കോ കാണാറുണ്ട് മാർക്കറ്റിൽ പൊതുവേ. അതുകൊണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാൻ. അപ്പ് സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അടുത്തടുത്ത് റെസിസ്റ്റൻസാണ് വരുന്നത്. അപ്പ് സൈഡിലേക്ക് വരുമ്പോൾ 24,750 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ ചെറിയൊരു അപ്പ് സൈഡിലേക്ക് പോകാനൊരു സാധ്യതയുണ്ട്. കാരണം 850 വരെ 850, 900 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് 24,750 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു 850, 900 വരെ പോകാനുള്ള സാധ്യതയുണ്ട് നിഫ്റ്റിക്ക്. പക്ഷേ നാളെ കുറച്ചൊരു ട്രിക്കി ആയിരിക്കും ദിവസം. ചില ദിവസങ്ങൾ അങ്ങനെ പറയാറുണ്ട്. അന്നത്തെ എന്താ വെച്ചെങ്കിൽ നാളത്തെ ഒരു മൂവ്മെൻറ്റിന് ഇല്ലൊരു സ്പേസ് ഇല്ല. പിന്നെ കുറേ ഡൗൺ സൈഡിലേക്ക് വന്നു മാർക്കറ്റ്. അങ്ങനെ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിങ്ങിൽ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ട്രിക്കി ആയിരിക്കും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം കേട്ടോ. നാളെ ചെയ്യുന്നവർ ചിലപ്പോൾ വേണമെങ്കിൽ ലോട്ട് സൈസ് ഒന്ന് കുറച്ചോളൂ. ഓക്കെ, ഇങ്ങനെയാണ് നാളത്തെ മാർക്കറ്റ് കാണുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ലെവൽ ഒന്നുകൂടി പറഞ്ഞു, 24,650, 40 ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,500 വരെയും 24,450 വരെ ആ സപ്പോർട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി 24,750 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 850, 900 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അല്ല വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ 24 ഇന്നത്തെ ഹൈന്ന് വീണ്ടും ഒരു റെസിസ്റ്റൻസ് വന്നിട്ട് താഴത്തേക്ക് തന്നെ, അതായത് അവിടെ നല്ലൊരു സെൽ ഓഫ് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും താഴത്തേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. നല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ വളരെ സന്തോഷം. കാരണം എന്താ വെച്ചാൽ മാർക്കറ്റ് തിരിച്ച് കയറിയിട്ട് നമ്മളെ റെസിസ്റ്റൻസിലേക്ക് ഇന്നത്തെ ലോയിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. അതാണ് ഏകദേശം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും നാളെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്ന് ശ്രദ്ധിക്കും. കാരണം എന്ന് വെച്ചെങ്കിൽ അത്ര ഒരു ഫേവറബിൾ അല്ല മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്കത് നാളത്തെ കൃത്യമായി പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നാളത്തെ ട്രേഡ്.